ഇപ്പൊ നിങ്ങൾ പറയുന്നു ഇത് ഞാൻ എന്താ പറയാ വാട്ട് യു ആർ സേയിങ് അതാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പിന്നെയാണ് ഇപ്പോഴാണ് നമ്മൾ പടങ്ങൾ എനിക്കൊരു സംഭവം മനസ്സിലായെന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ ചെയ്യുന്നു അത്ര നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ ചില പടത്തിൽ ഞാൻ നോക്കില്ല എന്താണ് എൻ്റെ ക്യാരക്ടർ. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് എല്ലാം. കാരണം ഇപ്പൊ ഞാൻ രവിവർമ്മൻ സാറിന്റെ കൂടെ ചെയ്തപ്പോൾ അതെനിക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പൂളാമ്പി എന്ന പടം ഭയങ്കര എക്സ്പീരിയൻസ്. കാരണം DOP സാർ രവിവർമ്മൻ സാറൊക്കെ പറയുമ്പോൾ TK രാജീവ് കുമാർ സാറൊക്കെ പറയുമ്പോൾ അതിലെല്ലാവരും നാഷണൽ അവാർഡ് വിന്നേഴ്സ് ആയിരുന്നു. സത്യമേനാണെങ്കിലും എല്ലാവരും ആണെങ്കിലും ഓൾ വേ നാഷണൽ അവാർഡ് വിന്നേഴ്സ് എക്സെപ്റ്റ് മീ. അപ്പോൾ അതെനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഞാനിപ്പോൾ ബേസിക്കലി ഐ എം ലേണിംഗ്. എന്താ പറയുക 1 by 1 പടങ്ങൾ ചെയ്യുമ്പോഴാണ് ജാനമനിൽ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കരമായിട്ട് നീ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഭയങ്കര രസമായിട്ട് നീ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തെലുങ്ക് സംഭവം ഞാൻ ഈ NMBക്ക് ഞാൻ പറഞ്ഞത് അതിലെനിക്ക് കുറേ കോംപ്ലിമെന്റ്സ് കിട്ടിയിരുന്നു അവിടെ നിന്ന്. അത് കാരണമാണ് എനിക്ക് മോർ 2 films I got there. സോ ഹോപ്പ്ഫുള്ളി ഒരു പെരുങ്കളിയാട്ടം എനിക്ക് ആൾക്കാരെന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കാരണം അതൊരു നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്.